എല്ലാ കൂട്ടുകാർക്കും നഹ്വുൽ വാദി മൂന്നാം ഭാഗത്തിലെ 10ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇസ്മു ഫായിലാണ്. ഇസ്മു ഫായിൽ പറഞ്ഞാൽ എന്താ? ചെയ്യുന്നവൻ, ഫായിലുൻ ചെയ്യുന്നവൻ, പോകുന്നവൻ, ഇരിക്കുന്നവൻ, പഠിക്കുന്നവൻ. അപ്പോൾ പഠിക്കുക എന്ന വാക്കിനെ പഠിക്കുന്നവൻ എന്നാക്കുക, പോവുക എന്ന വാക്കിനെ പോകുന്നവൻ, ഇരിക്കുക എന്ന വാക്കിനെ ഇരിക്കുന്നവൻ, നടക്കുക എന്ന വാക്കിനെ നടക്കുന്നവൻ. ഇങ്ങനെ ആക്കണീനാണ് ഇസ്മു ഫായിൽ എന്ന് പറയാം. ഇപ്പോൾ പിന്നെ ഫഅല എന്നുള്ള വാക്ക് അതിനെന്താക്കി മാറ്റും? ഫായിലുന്നാക്കും, 3 അക്ഷരമുള്ള ഫീലിനെ. കത്തബ എന്നുള്ളതിനെ കാത്തിബുൻ, കത്തബാറിനെ എഴുതിയെന്നാണ്. കാത്തിബുൻ എന്ന് പറഞ്ഞാലോ എഴുതുന്നവൻ. ജലസാറിനെ ഇരുന്നു എന്നാണ്. ഇരിക്കുന്നവൻ എങ്ങനെ പറയാം? ജാലിസുൻ. നാമ എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്നാണ്. ഉറങ്ങുന്നവൻ എങ്ങനെ പറയാം? നായിമുൻ. ഇപ്പോൾ 3 അക്ഷരമുള്ള ഫീലാണെങ്കിൽ ഫായിൽ വസിനാക്കിയാൽ മതി. ജാലിസുൻ, കാത്തിബുൻ, ആക്കിലുൻ, നാസിറുൻ, ഫാത്തിഹുൻ, ഖായിലുൻ, ലാഹിക്കുൻ, ബാക്കീൻ. ഇങ്ങനെ ഫായിലുൻ വസിലാക്കുക. ഇനി ഇത് 3 അക്ഷരമുള്ള ഫീലിലാണ്. 4 അക്ഷരമുള്ള ഫീലിൽ എങ്ങനെ ഇസ്മു ഫായിൽ ഉണ്ടാക്കുക? മുഫ്ഇൽ വസിനാക്കിയാൽ മതി. യുഫ് ഇലു എന്നുള്ള മുതാലിയായ ഫീലിലെ യാ കളഞ്ഞിട്ട് 3 ആക്കുക. അവസാനത്തെ മുമ്പത്തേന് കസ്റും ചെയ്യുക. അതാണ് മുഫ്ഇൽ. അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇസ്മുൽ ഫായിൽ. ഇസ്മു ഫായിൽ പറഞ്ഞാൽ എന്താണ്? ഇസ്മുൻ മസൂഖുൻ, ഉണ്ടാക്കണ ഇസ്മാണ്. നമുക്ക് ഉണ്ടാക്കാം. എന്തിനങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കണ? ഫീല് ഫായിൽ ഉണ്ടാക്കൽ ലിദലാലത്തി അലാമ ഫായൽ ഫീല, പ്രവർത്തി ചെയ്തു എന്നതിൻ്റെ മേൽ അറിയിക്കാൻ. കത്തബ എഴുതി, ഇനി ആ എഴുതുക എന്നുള്ള പ്രവൃത്തി ഇതെന്നറിയാൻ കാത്തിബിണ്ണാക്കുക. ജലസാറിനെ ഇരുന്നു എന്നാണ്. ഇനി ഇരിക്കുന്നവൻ എങ്ങനെയാക്കുക? ജാലിസുൻ. വഹുമിന സുലാസി, അത് 3 അക്ഷരമുള്ള ഫീലിൽ അല സൂറത്തി ഫായിൽ വസിൻ ഉണ്ടാക്കിയാൽ മതി. എന്നാൽ ഒമിൻ ഗൈരി സുലാസി, 3 അക്ഷരം ഇല്ലാത്ത ഫീല്. 3 അക്ഷരമില്ലാത്ത ഫീലാണ് യുഫ് ഇലു, 4 അക്ഷരമുണ്ട്. അതിൽ അല സൂറത്തി മുലാരിഹി ബിബ്ദാലി ഹർഫിൽ മുലാറ, മുലാറത്തിൻ്റെ ഹർഫിനെ പകരമാക്കുക. മുലാറത്തിൻ്റെ ഹർഫാണ് യുഫ് ഇലു എന്നുള്ളത് യാ. മീമൻ, മീം കൊടുക്കുക അവിടെ. യുഫ് ഇലു എന്നുള്ളത് യാ കളഞ്ഞിട്ട് മുലാറത്തിൻ്റെ അക്ഷരമായ കളഞ്ഞ് മീം കൊടുക്കുക. മൽമൂമൻ, ലമ്മീത മീം കൊടുക്കണം, 3 ആക്കണം. അപ്പോൾ കസ്രിമാ ഖബലാഹ്റ, മുമ്പത്ത് അവസാനത്തിന് മുമ്പത്തിന് കസ്രിയുമാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കൂ. മുദിനിബുൻ, അദ്നബ എന്നുള്ളത് 4 അക്ഷരമാണ്. അതിനെന്താക്കി? മുദിനിബുൻ ആക്കി. യുദിനിബു എന്നുള്ള യായിനെ കളഞ്ഞിട്ട് 3 ആക്കി. അവസാന മുമ്പത്തിൽ കസ്രി ചെയ്തു. മുൻഖത്യുൻ, മുത്തഖിനുൻ, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ പഠിക്കുന്നത്, ഇതിപ്പോൾ പ്രവർത്തി ചെയ്ത ആൾക്കാണ് ഇസ്മു ഫായിൽ എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് ഇസ്മു മഫ്ഊൽ എന്ന് നോക്കിയാലോ. ഇസ്മു മഫ്ഊൽ, ഇസ്മു ഫായിൽ പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് ഇസ്മു മഫ്ഊൽ. മഫ്ഊൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? മഫ്ഊൽ പ്രവൃത്തിയുടെ ആഘാതം കൊണ്ടവൻ അഥവാ പ്രവർത്തിക്കപ്പെട്ടവൻ എന്നാണ്. അപ്പോൾ എന്താണ് ഇസ്മു മഫ്ഊൽ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു പേരാണ്. മസൂഖുൻ, ഉണ്ടാക്കുക. നമുക്കൊരു ഇസ്മു ഉണ്ടാക്കുക. ലിദലാലത്തി, അറിയിക്കാൻ. അലാമ വഖ അലൈഹി ഫീലുൽ ഫായിൽ, പ്രവൃത്തി ചെയ്ത ആളെ പ്രവൃത്തി ഏറ്റ ആൾ. അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെ പ്രവൃത്തിയുടെ ഫലമേറ്റ ആൾ, അതിനാണ് മഫ്ഊൽ എന്ന് പറയാം. അപ്പോൾ എന്താ ഇസ്മു മഫ്ഊൽ? വഖ അലൈഹി ഫീലുൽ ഫായിൽ, ഒരു പ്രവൃത്തി ചെയ്ത ആളുടെ പ്രവൃത്തി ഏറ്റ ഇസ്മിനാണ് എന്ത് പറയുക? ഇസ്മു മഫ്ഊൽ എന്ന് പറയാം. അത് 3 അക്ഷരമുള്ള ഫീൽ എന്ന് എങ്ങനെ ഉണ്ടാക്കുക? ഒഹുമിന സുലാസി മഫ്ഊൽ വസിൻ എടുത്താൽ മതി. 3 അക്ഷരമുള്ള ഫീലിൽ മഫ്ഊൽ എന്നാക്കിയാൽ മതി. ഇപ്പം കത്തബ പറഞ്ഞാൽ എഴുതി എന്നാണ്. മക്തൂബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് എന്നാണ്. റക്കിബ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്നാണ്. മർക്കൂബ് പറഞ്ഞാൽ യാത്രയുടെ ഫലമേറ്റവൻ എന്ന് പറഞ്ഞാൽ മർക്കൂബ്, യാത്ര ചെയ്യപ്പെട്ട വസ്തു. ഫഖദ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു എന്നാണ്. മഫ്കൂദ് എന്ന് പറഞ്ഞാലോ നഷ്ടപ്പെട്ട വസ്തു. ഹസദ പറഞ്ഞാൽ അസൂയ വെച്ചു എന്നാ. മഹസൂദ് പറഞ്ഞാലോ അസൂയ വെക്കപ്പെട്ടവൻ. അപ്പോൾ 3 അക്ഷരമുള്ള ഫീലിൽ മഫ്ഊൽ വസിലാണ് ഇസ്മു മഫ്ഊൽ ഉണ്ടാക്കുക. വമിൻ ഗൈരി സുലാസി, 3 അക്ഷരം ഇല്ലാത്ത ഫീല്, 4 അക്ഷരമൊക്കെ ഉണ്ടെങ്കിലോ ഇസ്മുൽ ഫായിൽ മാ ഫത്തിഹി മാ ഖബലൽ ആഖിരി,
ഇസ്മു ഫായിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുഫ് ഇൽ എന്നുള്ള വസൻ തന്നെ, പക്ഷെ അവസാനത്തിന് മുമ്പത്തെ അക്ഷരത്തിന് ഫത്ത് ചെയ്യണം. മുഫ് അൽ, കത്തബ, അഫ് അല എന്ന് പറഞ്ഞു, എന്ത് ചെയ്യണം? മുഫ് അൽ എന്നുള്ള വസന് കാക്കണം. 3 അക്ഷരമുള്ള ഫീലിൽ മഫ്ഊൽ എന്നാണ്, 4 അക്ഷരമുള്ള ഫീലിൽ മുഫ് അൽ എന്നുള്ള വസനിക്കാണ് ആക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി നോക്കും. അപ്പോൾ 3 അക്ഷരമുള്ള ഫീലാണ് എന്ത്? ഷെരിബ. ഷെരിബ എന്നുള്ളത് ഷെരിബ്തുൽ ലബന, ഞാൻ പാല് കുടിച്ചു. ഇനി പാല് കുടിക്കപ്പെട്ടു എന്നെങ്ങനെയാക്കുക? അൽ ലബനു മഷ്റൂബുൻ, മഫ്ഊൽ വസനാണ്, 3 അക്ഷരമുള്ള ഫീല. തൊറദുൽ ഖാദിമ, ഞാൻ സർവൻറ്റിനെ ആട്ടിയാണ് വിട്ടു. ഇപ്പോൾ പിന്നെ സർവൻ്റ് എന്തായി? അൽ ഖാദിമു, ഇപ്പോൾ ഖാദിം മത്രൂദുൻ, ആട്ടിയോടിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇവിടെ മഫ്ഊൽ വസനിലാക്കണീനാണ് ഇസ്മു ഫായിൽ അറിയാം, 3 അക്ഷരമുള്ള ഫീൽഡ്. അപ്പോൾ നോക്കൂ, ഫതഹത്തുൽ ബാബ, ഞാൻ വാതിൽ തുറന്നു. ഇനി വാതിൽ തുറക്കപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാം? ഫൽ ബാബു മഫ്തൂഹൻ. അപ്പോൾ ഫായിലിൻ്റെ ഫീൽഡ് സംഭവിച്ച ആളാണ് മഫ്ഊൽ. ഷമീംതു, ഞാൻ വാസനിച്ചു. അൽ വർദ, പനിനീർപ്പൂവ്. ഈ പനിനീർപ്പൂവ് വാസനിക്കപ്പെട്ടു. അൽ വർദു മഷ്മൂമുൻ, പനിനീർപ്പൂവ് എന്ത് ചെയ്തു? വാസനിക്കപ്പെട്ടു. ഇതിപ്പോൾ 3 അക്ഷരമുള്ള ഫീലിലാണ്. ഈ 4 അക്ഷരമുള്ള ഒരു ഫീല് പറയാം, അക്രമ അല്ലേ? 4 അക്ഷരമല്ലേ? അതാവുമ്പോൾ മുക്രം എന്നാക്കണം. അക്രം തു ലൈഫ, ഞാൻ അതിഥിയെ ബഹുമാനിച്ചു. അപ്പോൾ ഫൽ ലൈഫു, അപ്പോൾ അതിഥി എന്തായി? മുക്രമുൻ, ബഹുമാനിക്കപ്പെട്ട ആളായി. അപ്പോൾ മുഫ് അൽ വസനിലാണ്. 4 അക്ഷരമുള്ള ഫീലിൽ ഇസ്മു മഫ്ഊൽ എങ്ങനെ ഉണ്ടാക്കുക? മുഫ് അൽ വസനിലാണ്. മുദാറത്തിൻ്റെ അർഫ് അറിഞ്ഞിട്ട് ലമ്മുള്ള മീം കൊടുക്കുക, അവസാനത്തിന് മുമ്പത്തിന് ഫത്ത് ചെയ്യാം. ആഖബത്തു, ഞാൻ ശിക്ഷിച്ചു. അൽ മുദനിബ, കുറ്റം ചെയ്ത ആളെ. അപ്പം എന്തായി? അൽ മുദനിബു, കുറ്റം ചെയ്തയാൾ. മുആഖബുൻ, ആഖബ എന്ന 4 അക്ഷരം ഉണ്ട്, അതിനെന്ത് ചെയ്തു? മുആഖബുൻ എന്നാക്കി. അതുപോലെ നോക്കൂ, തഅമ്മദ്തു അസ്സുക്കൂത്ത, ഞാൻ മനഃപൂർവ്വം ഉണ്ടാതിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഫസ്സുക്കൂത്തു, മൗനം. മുതഅമ്മദുൻ, മനഃപൂർവ്വം ഉണ്ടാക്കപ്പെട്ടതാണ്. ഇസ്തഹ്സൻതുൽ കലാമ, ഞാൻ നല്ല രീതിയിൽ സംഭാഷണം നടത്തി. ഞാൻ ഇസ്തഹ്സന എന്നുള്ളത് 3ലധികം അക്ഷരമുള്ളതല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫൽ കലാമു, അപ്പോൾ സംസാരം. മുസ്തഹ്സനുൻ, മുസ്തഹ്സനാണ്. അപ്പോൾ ഈ ഇസ്മു മഫ്ഊൽ എന്താന്ന് വെച്ചാൽ എന്താ എഴുതുക? ഇസ്മുൻ മസൂഖുൻ, ഉണ്ടാക്കുന്ന ഇസ്മു. ലിദ്ദലാലത്തി അലാമ വഖാലിഹി ഫീലുൽ ഫായിൽ, ഫായിലിൻ്റെ പ്രവൃത്തിയുടെ ആഘാതമേറ്റവൻ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. വഖാലിഹി ഫീലുൽ ഫായിലി, ഫായിലിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആഘാതമേറ്റവൻ. ശരി പറഞ്ഞ കുടിച്ചു എന്നാണ്. മഷ്റൂബ് എന്ന് പറഞ്ഞാൽ കുടിക്കപ്പെട്ടു, എന്നാൽ ഈ ചെയ്ത ആളെ പ്രവൃത്തി അവിടെ സംഭവിച്ചു എന്നാണ് അർത്ഥം.